9ലെ മാത്സ് ടെക്സ്റ്റിലെ 39ാമത്തെ പേജിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെന്റിമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? 11 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണം വരയ്ക്കേണ്ടത് അല്ലേ? ചുറ്റളവ് എത്രയാണ്? 11 സെന്റിമീറ്റർ. അതെങ്ങനെയായിരിക്കും ആ ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്? പെരിമീറ്റർ 11 സെന്റിമീറ്റർ എന്നല്ലേ പറഞ്ഞേ? പെരിമീറ്റർ 11 സെന്റിമീറ്റർ. അതായത് ആ ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ കൂടുന്നതാണ് എത്ര സെന്റിമീറ്റർ? 11 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കും? 11 സെന്റിമീറ്റർ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ? അതിനുശേഷം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത ഓരോ പാർട്സ് വെച്ച് എന്തുണ്ടാക്കുക? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുക. ഇതാണ് ചെയ്യേണ്ടത്. 11 സെന്റിമീറ്ററിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാവോ? അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്യേണ്ടത്? 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് അറിയാവുന്ന ഒരു ലൈൻ ഉപയോഗിച്ച് വേണം ഈ 11 സെന്റിമീറ്ററിനെ ഡിവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈനിന്റെ ലെങ്ത് ഒന്ന് പറയാവോ? 3 സെന്റിമീറ്റർ ലെങ്ത് എങ്കിൽ നമുക്ക് ആ ലൈനിനെ ഈസി ആയിട്ട് 3 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ വെച്ച് കട്ട് ചെയ്താൽ മതി. 6 സെന്റിമീറ്റർ നീളമെങ്കിലോ അതിനെ 3 ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ വെച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഈ 11 സെന്റിമീറ്റർ ലൈനിനെ 3 ആയിട്ട് മുറിക്കുന്നതിന് വേണ്ടി 6 സെന്റിമീറ്റർ ലൈനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കിയാലോ. ആദ്യം എന്ത് വരയ്ക്കണം? 11 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കണം അല്ലേ? അപ്പൊ സ്കെയിലും പെൻസിലും എടുത്ത് 11 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ലൈനിന്റെ നീളം 11 സെന്റിമീറ്റർ. ആ ലൈനിന് ഞാൻ എ ബി എന്ന് പേര് കൊടുക്കാനായിട്ട് പോവുക. എ ബി. അടുത്തതിന് എന്താ വേണ്ടത്? ഈ 11 സെന്റിമീറ്റർ ലൈനിനെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താ? 6 സെന്റിമീറ്റർ ലൈൻ അല്ലേ? അടുത്തത് ഞാനപ്പോൾ എയിൽ നിന്ന് 6 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാനായിട്ട് പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെരിവ് യൂസ് ചെയ്യാം. ഇവിടെ നിന്ന് 6 സെന്റിമീറ്റർ ലൈൻ. ഇനി എന്ത് ചെയ്യണം? ഈ 6 സെന്റിമീറ്റർ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? എവിടെയൊക്കെ പോയിന്റ് കൊടുക്കണം? 2 സെന്റിമീറ്ററിലും 4 സെന്റിമീറ്ററിലും ഓരോ പോയിന്റ് ഇടുക. ഇനി ഈ ലൈനിന് ഞാൻ സി എന്ന് പേര് കൊടുക്കാനായിട്ട് പോവുക. ഇവിടെ സി. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാ? ഈ പോയിന്റുകൾക്ക് ഡി എന്നും ഇ എന്നും പേര് കൊടുത്തു. അടുത്തതിന് എന്താ വേണ്ടേ? സി ബിക്ക് പാരൽ ലൈൻസ് വരയ്ക്കണം. ഏതിൽ കൂടെ? ഡിയിൽ കൂടെയും ഇയിൽ കൂടെയും. അതെങ്ങനെയാ വരയ്ക്കുന്നത്? കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുക അല്ലെ? കോമ്പസ് ഉപയോഗിച്ച് ആദ്യം സി ബി അളന്നെടുക്കുക. അതിനുശേഷം ഡിയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ഇയിൽ കൂടെ ഒരു പാരൽ ലൈൻ വരയ്ക്കണം അല്ലെ? നമുക്ക് ഈ ഫിഗർ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ലെങ്ത് വെച്ചിട്ട് ഇയിൽ നിന്ന് ഇപ്പോൾ തന്നെ ഒരു ആർക്ക് വരച്ചാലും മതി. ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് വരയ്ക്കാനായിട്ട് പോവുക. അതായത് ഇയിൽ നിന്ന് അതേ അളവിൽ തന്നെ ഒരു ആർക്ക് താഴത്തോട്ട് വരച്ചു. അടുത്തതിന് എന്നാ ചെയ്യേണ്ടത്? സിയിൽ നിന്ന് ഡിയിലേക്കുള്ള ലെങ്ത് അളന്നെടുത്തിട്ട് ബിയിൽ നിന്ന് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ആ ലെങ്ത് ബിയിൽ നിന്ന് വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി അല്ലേ? ഇനി അടുത്തത് ഈ സെയിം ലെങ്ത് തന്നെ ഈ പോയിന്റിൽ കുത്തി ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. നമ്മൾ 2 പാരലോഗ്രാമും ഒരുമിച്ച് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കാരണം ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ കുത്തി ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അതേ ലെങ്ത് ആണ് നമ്മൾ എടുത്തത്. ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ കുത്തി ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കാനായിട്ട് പോവുക. ഇവിടെ നമുക്കിപ്പോൾ 2 ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി അല്ലേ? ഇനി പാരൽ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാ? ഡിയിൽ നിന്ന് ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിലേക്ക് വരയ്ക്കണം.
ഇയിൽ നിന്ന് ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിലേക്ക് വരയ്ക്കണം. ഞാൻ ഡിയിൽ നിന്ന് ഫസ്റ്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റിലേക്ക് വരയ്ക്കാനായിട്ട് പോവാം. ഡിയിൽ നിന്ന് ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിലേക്ക്. അടുത്തതിന് ഇയിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, ഇയിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരച്ചു. ഇപ്പൊ എനിക്ക് രണ്ട് പാരലൽ ലൈൻ കിട്ടിയല്ലേ. അതായത് ഈ പോയിന്റിന് ഞാൻ എക്സ് എന്നും ഇതിന് ഞാൻ വൈ എന്നും കൊടുത്തു. ഇപ്പൊ നമുക്ക് പറയാം എ എക്സും എക്സ് വൈയും വൈ ബിയും ഈക്വൽ പാർട്സ് അല്ലേ. ഇനി എന്ത് ചെയ്യണം? ആ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് മൂന്ന് സൈഡുകൾ കിട്ടിയല്ലേ, ഈക്വൽ ആയിട്ടുള്ള മൂന്ന് സൈഡുകൾ. ഇനി എക്സ് വൈ ട്രയാങ്കിളിന്റെ ഒരു സൈഡായിട്ട് നിർത്തിയിട്ട് മറ്റ് രണ്ട് സൈഡുകൾ മുകളിലേക്ക് വരയ്ക്കുക. എല്ലാ സൈഡും ഈക്വൽ അല്ലേ, അതുകൊണ്ട് എക്സ് വൈ ഞാൻ കോമ്പസിൽ അളന്നെടുക്കുവാണ്. എക്സ് വൈ ഞാൻ കോമ്പസിൽ അളന്നെടുത്തു. അതിനുശേഷം മുകളിലേക്ക് ആർക്ക് വരയ്ക്കുക. ഒരു ട്രയാങ്കിളിന്റെ അടുത്ത സൈഡല്ലേ വരയ്ക്കേണ്ടത്, അപ്പോൾ വൈയിൽ നിന്നുള്ള സൈഡ് മുകളിലേക്ക് ആർക്ക് വരയ്ക്കുക. അടുത്തത് തന്നെ എന്താ, സെയിം ലെങ്ത് എക്സിൽ നിന്ന് മുകളിലേക്ക് എടുത്ത് ആർക്ക് വരയ്ക്കുക. എക്സിൽ നിന്ന് അടുത്ത ആർക്കും വരച്ചു. അവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടിയല്ലോ. ഇനി ട്രയാങ്കിളിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സൈഡുകൾ കണക്ട് ചെയ്യുക. ആദ്യത്തെ ലൈൻ വരച്ചു, ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലൈന്. നമുക്കിപ്പോ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി അല്ലേ. മുകളിലത്തെ ഈ പോയിന്റ് ഞാൻ ഇസഡ് എന്ന് എടുത്തു, ഇസഡ്. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഏതാ? എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ്. ഇതല്ലായിരുന്നു നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ചുറ്റളവ് എത്രയാണ്? 11 സെന്റിമീറ്റർ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ. നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. അതിന്റെ പെരിമീറ്റർ എത്രയാണ്? 15 സെന്റിമീറ്റർ അല്ലെ. എങ്ങനെ വരയ്ക്കും? 15 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചിട്ട് അതിന് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? സ്ക്വയർ ആണല്ലേ, അപ്പൊ 4 സൈഡുകളില്ലേ, അപ്പൊ 4 ഡിവൈഡ് ചെയ്യണം. 15 സെന്റിമീറ്റർ ലൈനിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിനുശേഷം ഈ പാർട്സ് എല്ലാം കൂടെ കൂട്ടി വെച്ച് എന്തുണ്ടാക്കണം? ഒരു സ്ക്വയർ ഉണ്ടാക്കണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ 15 സെന്റിമീറ്ററിനെ 4 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് അറിയത്തില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈസി ആയിട്ട് 4 ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റുന്ന ഒരു ലൈൻ എടുക്കുന്നു. അതിനുശേഷം ആ ലൈൻ ഉപയോഗിച്ച് ഈ 15 സെന്റിമീറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 4 ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റിയ ഒരു ലൈൻ ഏതാ ഉള്ളത്? ഒന്നല്ലെങ്കിൽ 4 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ എടുക്കാം. അതിനുശേഷം 1 സെന്റിമീറ്റർ വെച്ച് കട്ട് ചെയ്താൽ മതി അല്ലേ. അല്ലെങ്കിലോ 8 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ എടുക്കാം. അതിനുശേഷം 2 സെന്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈക്വൽ പാർട്സ് കിട്ടും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 8 സെന്റിമീറ്ററിന്റെ ലൈൻ എടുത്താണ് കട്ട് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം 15 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന് എ ബി എന്ന് പേര് കൊടുക്കുക. എ ബി എത്ര സെന്റിമീറ്റർ ആയിരുന്നു? 15 സെന്റിമീറ്റർ അല്ലേ. ഇനി എന്ത് ചെയ്യണം? എയിൽ നിന്ന് 8 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കും. ഇഷ്ടമുള്ള ചെരുവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 8 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കും. ഇതൊന്ന് 8 സെന്റിമീറ്റർ. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ലൈനിനെ 2 സെന്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലെ. എന്നാലേ 4 ഈക്വൽ പാർട്സ് കിട്ടുള്ളൂ. അപ്പൊ 2 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ഈ അളവുകളിലെല്ലാം ഓരോ പോയിന്റുകൾ ഇടുക അല്ലെ. അടുത്തത് ഈ പോയിന്റുകൾക്കെല്ലാം ഓരോ പേര് കൊടുക്കുക അല്ലെ. അപ്പോൾ എ ബി ഇത് സി എന്ന് കൊടുത്തു, ഡി ഇ എഫ്. ഇനി സിയും ബിയും നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുക. സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്തു. ഇനി അടുത്തത് സി ബിക്ക് പാരലൽ ലൈൻ വരയ്ക്കണം അല്ലെ. ഡി കൂടെ ഇ കൂടെ എഫ് കൂടെ വരയ്ക്കണം. അപ്പൊ അതിനുവേണ്ടി സി ബി കോമ്പസിൽ അളന്നെടുക്കണം അല്ലെ.
പാരലോഗ്രാം വരയ്ക്കുന്ന രീതിയിലല്ലേ പാരൽ ലൈൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. അതുകൊണ്ട് എല്ലാ പാരൽ ലൈൻസും ഞാൻ ഒരുമിച്ച് വരയ്ക്കാനായിട്ട് പോവുക. അപ്പോൾ ഈ അളവ് ഡിയിൽ നിന്ന് ആദ്യം വരയ്ക്കുന്നു. ഡിയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുന്നു. അടുത്തത് അതേ അളവ് ഇയിൽ നിന്ന് വരയ്ക്കുന്നു. ആ അളവ് തന്നെ എഫിൽ നിന്നും വരയ്ക്കുന്നു. അതിനുശേഷം ഇനി എന്ത് ചെയ്യണം? ഡി സി അളന്നെടുക്കണം അല്ലെ. ഡി സി അളന്നെടുത്ത് ബിയിൽ നിന്ന് വരയ്ക്കണം. പാരലോഗ്രാമിന്റെ അടുത്ത സൈഡ്. ഡി സി ഞാൻ അളന്നെടുത്തു. അത് ബിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ബിയിൽ നിന്ന് ആർക്ക് വരച്ചു. അടുത്തത് ഇനി എന്താ? ഇവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി അല്ലെ. ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് അതേ അളവിൽ അടുത്ത ആർക്ക്, രണ്ടാമത് വരച്ച ആർക്ക് കട്ട് ചെയ്യാൻ പാകത്തിന്. നേരത്തെ ഇവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി അല്ലെ. ഇനി ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് അതേ അളവ് അടുത്ത ആർക്ക്. നമ്മൾ ആദ്യം വരച്ച ആർക്ക് വീണ്ടും കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ 3 ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി അല്ലെ. ഇപ്പൊ ആദ്യത്തെ ഇന്റർസെക്റ്റിംഗ് പോയിന്റും ഡിയും തമ്മിൽ വരയ്ക്കുക, രണ്ടാമത്തതും ഇയും തമ്മിൽ വരയ്ക്കുക, മൂന്നാമത്തതും എഫും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. ഡിയും ആദ്യത്തെ ഇന്റർസെക്റ്റിംഗ് പോയിന്റും ഇയും രണ്ടാമത്തെ പോയിന്റും എഫും മൂന്നാമത്തെ പോയിന്റ്. ഇപ്പോൾ നമ്മൾ 4 പാരൽ ലൈൻസ് വരച്ചല്ലേ. ഈ പാരൽ ലൈൻസ് എ ബിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകളെല്ലാം അടയാളപ്പെടുത്തുക. ഏതൊക്കെയാണ്? ഈ ഒരു പോയിന്റ് അല്ലേ, അതിന് ഞാൻ W എന്ന് കൊടുത്തു. ദെൻ ഇത് എക്സ്, ഇത് വൈ. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, എ ബി എന്ന് പറയുന്ന 15 സെന്റിമീറ്റർ ലൈനിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുക അല്ലെ. AW, WX, XY, YB ഇങ്ങനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മളോട് സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതായത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ട് സ്ക്വയറിന്റെ ഒരു സൈഡായിട്ട് എടുക്കുക. ദെൻ ബാക്കിയുള്ള സൈഡ് അങ്ങോട്ട് വരയ്ക്കണം, മുകളിലേക്ക് വരച്ച് ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിവിടെ XY സ്ക്വയറിന്റെ ഒരു സൈഡായിട്ട് എടുക്കാനായിട്ട് പോവുക. അതിനുശേഷം ബാക്കിയുള്ളത് മുകളിലേക്ക് വരയ്ക്കാം. അതായത് എല്ലാം ഈക്വൽ പാർട്സ് അല്ലേ, അതുകൊണ്ട് ഞാൻ XY കോമേഴ്സിലാണെന്ന് എടുക്കാനായിട്ട് പോവുക, സ്ക്വയറിന്റെ ഒരു സൈഡ്. അതിനുശേഷം ഇനി എന്താ? മുകളിലേക്കല്ല വരയ്ക്കേണ്ടത്. മുകളിലേക്ക് വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ അല്ലേ വരയ്ക്കേണ്ടത്, 90 ഡിഗ്രി. അതുകൊണ്ട് ഞാൻ 90 ഡിഗ്രി അളക്കാനായിട്ട് പ്രൊട്രാക്ടർ യൂസ് ചെയ്താണ് എടുക്കുന്നത്. പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് 90 ഡിഗ്രി മുകളിലേക്ക്. ഇത് എക്സിൽ നിന്നാണ് മുകളിലേക്ക് വരയ്ക്കുന്നത്, അതുകൊണ്ട് എക്സിൽ കൊണ്ടുവച്ചു. അതിനുശേഷം 90 ഡിഗ്രി മുകളിലേക്ക്. ഇതാണ് 90 ഡിഗ്രി. ഇനി ആ 90 ഡിഗ്രി മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. സ്ക്വയറിന്റെ രണ്ടാമത്തെ സൈഡ് മുകളിലേക്ക് വരയ്ക്കാനായിട്ട് പോവുക. സ്ക്വയറിന്റെ രണ്ടാമത്തെ സൈഡ്. ആ രണ്ടാമത്തെ സൈഡിന്റെ നീളം എത്രയായിരിക്കണം? ഈ ലെങ്ത് തന്നെ അല്ലെ, XY തന്നെ. അപ്പോൾ ഞാൻ XY ആണ് കോമ്പസിൽ അളന്നെടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെ, XY. ഈ XY ഇനി മുകളിലേക്ക് വരയ്ക്കുക. എക്സിൽ നിന്ന് നമ്മുടെ ആ പെർപെൻഡിക്കുലർ കട്ട് ചെയ്ത് വരയ്ക്കുക. ഇപ്പോൾ സ്ക്വയറിന്റെ 2 സൈഡ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? മൂന്നാമത്തെ സൈഡ് എങ്ങനെ വരയ്ക്കും? വൈയിൽ നിന്ന് മുകളിലേക്കും ഈ കട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും 2 ആർക്കുകൾ വരയ്ക്കുക. അതായത് ഈ കട്ടിംഗ് പോയിന്റിൽ കൊണ്ടുവച്ചു. സെയിം ലെങ്ത് തന്നെയാണല്ലോ സ്ക്വയറിന്. ഇവിടെ മൂന്നാമത്തെ സൈഡിന്റെ ആർക്ക് വരച്ചു. ഇനി നാലാമത്തെ സൈഡിന്റെ ആർക്ക് എവിടെ നിന്ന് വരയ്ക്കണം? വൈയിൽ നിന്ന് മുകളിലേക്ക്. ലെങ്ത് മാറ്റാൻ പാടില്ല, കാരണം സ്ക്വയറിന് എല്ലാ സൈഡിനും ഒരേ ലെങ്ത് ആണ്. വൈയിൽ നിന്നും ഒരാർക്ക് വരച്ചു.
ഇപ്പൊ ഇതാ ഇവിടെ നമുക്ക് സ്ക്വയറിന്റെ എല്ലാ പോയിന്റുകളും കിട്ടി അല്ലേ. ഇനി സൈഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇനി അതിനൊരു പേരും കൂടെ കൊടുത്താലോ, എം എൻ എന്ന് കൊടുക്കുക അല്ലെ. ഇത് എം, ഇത് എൻ. അപ്പൊ നമ്മുടെ സ്ക്വയർ ഏതാണ്? എക്സ് വൈ എൻ എം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെന്റിമീറ്റേഴ്സ്. നമുക്കൊരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കണം. അതിന്റെ പെരിമീറ്റർ എത്രയാ? 20 സെന്റിമീറ്റർ അല്ലേ. എന്താ ഈ റെഗുലർ ഹെക്സഗൺ? സൈഡുകളെല്ലാം ഈക്വൽ ലെങ്ത് ഉള്ള ഒരു ഹെക്സഗൺ അല്ലേ. അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? അത് വരയ്ക്കാൻ രണ്ട് രീതിയുണ്ട്. ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 സെന്റിമീറ്റർ അല്ലേ പെരിമീറ്റർ. അപ്പോൾ 20 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഹെക്സഗണിന് എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് അല്ലേ. അതായത് ഈ 20 സെന്റിമീറ്റർ ലൈനിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 6 പീസായിട്ട് ഡിവൈഡ് ചെയ്യണം. 20 സെന്റിമീറ്റർ ലൈനിനെ 6 പീസായിട്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു പീസിന്റെ ലെങ്ത് എടുത്ത് എന്ത് വരയ്ക്കണം? ഹെക്സഗൺ വരയ്ക്കണം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് 20 സെന്റിമീറ്ററിന് 6 പീസാക്കണം എന്നല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ 10 സെന്റിമീറ്ററിന് എത്ര പീസാക്കണമായിരിക്കും? 3 പീസാക്കിയാൽ പോരെ? അത് രണ്ടും സെയിം അല്ലേ. ഇവിടെ 20 സെന്റിമീറ്ററിന് 6 പീസാക്കുന്നു, നേരെ പകുതി അല്ലെ. 10 സെന്റിമീറ്ററിനെ അപ്പം എത്ര പീസാക്കിയാൽ മതി? 3 പീസാക്കിയാൽ മതി. ഈ ഒരു മെത്തേഡിലാണ് ഞാനിപ്പോൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുന്നു, അതിനെ 3 പീസാക്കുന്നു. അതിനുശേഷം ഒരു പീസിന്റെ ലെങ്ത് കൊണ്ട് ഹെക്സഗൺ വരയ്ക്കുന്നു. ഇവിടെ നമുക്ക് 10 സെന്റിമീറ്ററിനെ 3 പീസാക്കാൻ അറിയത്തില്ല അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? 3 പീസാക്കാൻ അറിയാവുന്ന ഒരു ലൈൻ എടുക്കുക. ഞാനിവിടെ വീണ്ടും 6 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ യൂസ് ചെയ്താണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. 6 സെന്റിമീറ്ററിന്റെ ലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 പീസുകളാക്കി കിട്ടും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 10 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. 10 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിന് ഒരു പേര് കൊടുക്കണ്ടേ? എ ബി എന്ന് പേര് കൊടുത്തു. എത്ര സെന്റിമീറ്ററാ? 10 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വെച്ചാണ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അതുകൊണ്ട് ഇഷ്ടമുള്ള ഒരു ചെരുവില് 6 സെന്റിമീറ്റർ വരച്ചു കൊടുക്കുക. 6 സെന്റിമീറ്റർ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അതായത് 2ന്റെ അവിടെ ഒരു പോയിന്റ് വേണം, 4ന്റെ അവിടെ ഒരു പോയിന്റ് ഇടുക. ഇനി ആ പോയിന്റുകൾക്ക് പേര് കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടെ സി ഡി ഇ. ഇനി എന്ത് ചെയ്യണം? സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുക. സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്തു. സി ബിക്ക് പാരൽ ലൈൻസ് വരയ്ക്കണം. ഏതിലൂടെ? ഡിയിലൂടെയും ഇയിലൂടെയും. അതിനുവേണ്ടി കോമ്പസിൽ സി ബി അളന്നെടുക്കുക. ഇനി ഡിയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ സെയിം ലെങ്തിൽ ഇയിൽ നിന്നും ആർക്ക് വരയ്ക്കുക. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഡി സി അളന്നെടുക്കുക. അതിനുശേഷം ബിയിൽ നിന്ന് ആർക്ക് വരയ്ക്കുക. അത് ആദ്യത്തെ ആർക്കിനെ കട്ട് ചെയ്തു. ഇനി ആ കട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും ആർക്ക് വരയ്ക്കുക. അത് രണ്ടാമത്തെ ആർക്കിനെയും കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ആദ്യം കട്ട് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് ഡിയിലേക്ക് ഒരു പാരൽ ലൈൻ വരയ്ക്കുക. ഇനി അടുത്ത് ഇയിൽ നിന്ന് രണ്ടാമത്തെ ഇന്റർസെക്റ്റിംഗ് പോയിന്റിലേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 3 പാരൽ ലൈൻസ് കിട്ടി. ഈ പാരൽ ലൈൻസ് എ ബി എന്ന് പറയുന്ന ഈ ലൈനിനെ ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിന് നമുക്ക് പേര് വിളിക്കാം.
ഈ പോയിന്റിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു, ഇതിനെ വൈ എന്നും വിളിച്ചു. അപ്പോൾ ഈ 10 സെന്റിമീറ്റർ ഉള്ള എ ബിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ലെങ്ത് അളന്നെടുത്തിട്ട് ഒരു ഹെക്സഗൺ വരയ്ക്കണം അല്ലേ? ഇനി ഹെക്സഗൺ വരയ്ക്കുന്നത് എങ്ങനെയാ? നമുക്കറിയാം 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് കൂടുന്ന ഒരു ഹെക്സഗൺ അല്ലേ? അപ്പോൾ ഇവിടെ ഹെക്സഗൺ വരയ്ക്കുന്നതിന് ആദ്യം ഞാനൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അതായത് എക്സ് വൈ അളന്നെടുത്തിട്ട് ആ ലെങ്ത് വെച്ചിട്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പോവാം. അതായത് വൈയിൽ നിന്ന് മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, അതേ നീളം എക്സിൽ നിന്ന് ആർക്ക് വരയ്ക്കുക. ഇനി ഇത് കണക്ട് ചെയ്ത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചാൽ മതി അല്ലേ? അത് കണക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി അല്ലേ? എക്സ് വൈ ഇസഡ്, ഞാനിവിടെ ഇസഡ് എന്ന് വിട്ടു. നമുക്ക് എന്തായിരുന്നു വരയ്ക്കണ്ടേ? ഹെക്സഗൺ ആയിരുന്നല്ലേ വരയ്ക്കണ്ടേ? അപ്പോൾ ഇതുപോലത്തെ ഒരു 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെക്സഗൺ ആക്കി കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഈ ഇസഡ് സെന്റർ ആക്കി എക്സിലൂടെ ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം ഈ സർക്കിളിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് ആ മെത്തേഡിൽ ഒന്ന് വരച്ചു നോക്കാം. ഇസഡ് സെന്റർ ആക്കണം, അതിനുശേഷം എക്സിലൂടെയും വൈയിലൂടെയും ഒരു സർക്കിൾ വരയ്ക്കും. ഇനി എക്സ് തൊട്ട് വൈ വരെയുള്ള ഈ ലെങ്ത് അളന്നെടുത്തിട്ട് ഈ സർക്കിളിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യണം. എക്സ് വൈ ലെങ്ത് അളന്നെടുക്കുക. അത് തന്നെയാണ് നമ്മൾ അളന്നു വെച്ചിരിക്കുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ലെങ്ത് തന്നെയാണ്. ഇനി എക്സിൽ പ്ലേസ് ചെയ്യുക, അതിനുശേഷം ആ സർക്കിളിനെ കട്ട് ചെയ്യുക. ഈ കട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്യുക. സെയിം ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു കട്ടിംഗ് പോയിന്റ് കിട്ടി, അത് യൂസ് ചെയ്ത് വീണ്ടും കട്ട് ചെയ്യുക. 6 പോയിന്റുകൾ കിട്ടിയല്ലേ സർക്കിളിൽ? ഇനി എന്ത് ചെയ്യുക? ഈ 6 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഒരു ഹെക്സഗൺ കിട്ടും. എല്ലാ പോയിന്റുകളും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ 6 സൈഡുകളുള്ള റെഗുലർ ഹെക്സഗൺ നമുക്ക് കിട്ടി. ഈ ഹെക്സഗണിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 20 സെന്റിമീറ്റർ അല്ലേ? ഇങ്ങനെയാണ് 20 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു ഹെക്സഗൺ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്.